പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം 12 മണിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എറണാകുളം CBI പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിക്കുക. ശിക്ഷാവിധിയിൽ വാദം ആരംഭിച്ചു. കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യൂട്ടെ കൃപേഷ്, ശരത് ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കേസിൽ 24 പേരാണ് വിചാരണ നേരിട്ടത്. ഇവരെല്ലാം CPIM പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമാണ്. ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കൊലക്കുറ്റമടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് കോടതി പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് പെരിയ കല്യോട്ട് മേഖലാ പ്രദേശത്ത് വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുമുണ്ട്. വിവരങ്ങളുമായി ലേബി സജീന്ദ്രനും ദീപക് മലയമേയും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ലേബി സജീന്ദ്രൻ, എന്തായിരിക്കും ശിക്ഷയെന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. എപ്പോഴേക്കറിയാം? സുജയ, 12 മണിയോടുകൂടി വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പ്രതികൾക്ക് പറയാനുള്ള ഭാഗം കൂടി കേട്ടതിന് ശേഷമായിരിക്കും വിധി പ്രസ്താവം വരിക. ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വിധി തന്നെ എന്ന് കരുതാം. TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം രാഷ്ട്രീയ കേരളം ഇത്രത്തോളം ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിരിക്കില്ല. അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങോട്ട് എത്തിയ പ്രതികളിൽ 24 പേരെയാണ് എറണാകുളം CBI കോടതി കുറ്റക്കാരെന്ന് വിചാരണ നടത്തിയത്. ഇതിൽ 10 പേരെ വെറുതെ വിട്ടിരുന്നു. 14 പേർ, അതിൽ പാക്കം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A പീതാംബരൻ ഒന്നാം പ്രതി, അതുപോലെ തന്നെ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികൾക്കാണ് ഇന്ന് ശിക്ഷ വിധിക്കുക. ഈ വിധി പ്രസ്താവം കേൾക്കാൻ കഴിഞ്ഞ തവണ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബാംഗങ്ങൾ എത്തിയിരുന്നു. ഇന്നും അവർ പുലർച്ചെ തന്നെ എത്തിയിട്ടുണ്ട്. പ്രതികളെ അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് എറണാകുളം CBI കോടതിക്കുള്ളിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ അതീവ സുരക്ഷ തന്നെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതായാലും ഈ വിധി പ്രസ്താവം സുജയ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വിധി പ്രസ്താവം തന്നെയാണ്. ഗുരുതര വകുപ്പുകളാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഗൂഢാലോചന, കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന പ്രതികൾക്കാകട്ടെ മറ്റ് ഇവരെ സഹായിച്ചു എന്നുള്ള കാര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേസ് ഇപ്പോൾ പരിഗണിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. സുജയ, ഏതായാലും വളരെ വളരെ അപൂർവമായ കേസാണ് ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇവർക്ക് പറയാനുള്ള വാദം കൂടി കേട്ടതിന് ശേഷം 12 മണിയോടുകൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ വിധി പ്രസ്താവം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ വന്നിരിക്കുന്ന ഈ 14 പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ അതിനെതിരെ അപ്പീൽ പോകുമെന്ന് കഴിഞ്ഞ ദിവസം ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും അച്ഛൻ പറഞ്ഞിരുന്നു. അഭിഭാഷകരോട് ആലോചിച്ച് ഇന്നത്തെ ഈ ശിക്ഷാവിധി കൂടി കേട്ടതിന് ശേഷം ഇത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങളൊക്കെ നടക്കും. ഏതായാലും വളരെ രാഷ്ട്രീയ കേരളവും പൊതുസമൂഹവും ഉറ്റുനോക്കുന്ന വിധി പ്രസ്താവം തന്നെയായിരിക്കും എറണാകുളം CBI കോടതിയിൽ നിന്ന് 12 മണിയോടുകൂടി ഉണ്ടാവുക. സുജയ. ഓക്കെ, ലേബി സജീന്ദ്രൻ തുടരുക. നമുക്കൊപ്പം ദീപക് മലയമേയുമുണ്ട്. ദീപക്